ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗ് മനയോടനുബന്ധിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യം. എങ്കിലോ ആ കാലത്ത് കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണു കൊണ്ടുവരിക്കും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24:7-8 പറയുന്നു, എന്നാൽ ഇത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഊറ്റുനോവിൻ്റെ ആരംഭം എത്രേ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഈ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുകയാണ്, ഈ ലോകത്തിലുടനീളം ക്ഷാമവും ഭൂകമ്പവും യുദ്ധങ്ങളും യുദ്ധസ്മൃതികളെക്കുറിച്ച് ഒക്കെയും നിങ്ങൾ കേൾക്കും, എന്നാൽ ഇത് അവസാനമല്ല, ഇത് ഒരു ആരംഭം മാത്രമാണ് എന്ന് അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. അല്ലേ, ഇന്ന് ലോകത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ അവിടങ്ങളിൽ രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ കാലാവസ്ഥയൊക്കെയും വളരെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതിയതായ കാലാവസ്ഥകളാണ് നാം കണക്കുകൂട്ടുന്നതനുസരിച്ചുള്ള കാര്യങ്ങളല്ല. ഇന്ന് ശക്തമായ മഴയാണെങ്കിൽ പിറ്റേ ദിവസം ശക്തമായ വെയിലായിരിക്കാം. അതുപോലെ മഴ പെയ്യുമ്പോൾ വളരെ ശക്തമായ മഴ, അതുപോലെ ഇടിമിന്നലുകൾ, വളരെ പ്രതിസന്ധിയായ അനുഭവത്തിലൂടെയാണ്. ഇതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഒരു മുന്നറിയിപ്പ് തരികയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ഓരോരുത്തരും വീഴാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കുകയും മറ്റുള്ളവരെ വീഴ്ചയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അവരെ വലിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് അവരെ ഉറപ്പിച്ചുകൊണ്ട് നിലനിൽക്കുക എന്നുള്ള ആ വലിയ മുന്നറിയിപ്പാണ് സ്വർഗത്തിലെ ദൈവം മത്തായിയുടെ സുവിശേഷത്തിലൂടെയും മർക്കോസിന്റെ സുവിശേഷത്തിലൂടെയും ഒക്കെയും നമുക്ക് കാണാം. അതുകൊണ്ടാണ് സൂര്യൻ ഇരുണ്ടു പോകുന്നതായ അനുഭവം, ചന്ദ്രൻ വെളിച്ചം തരാതിരിക്കുന്നതായ അനുഭവം, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണ്ടുകൊണ്ട് ഇരിക്കുന്നതായ അനുഭവം, അതുപോലെ ആകാശത്തിന്റെ ശക്തികളൊക്കെയും ഇളകിപ്പോകുന്നതായ അനുഭവം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ കാണാത്തതായ, നമ്മൾ കേൾക്കാത്തതായ പല കാര്യങ്ങളെയും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെയും വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത്. അതുകൊണ്ട് നാം ഒരുങ്ങുക, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നാം നിലകൊള്ളുന്നവരായി തീരുവാൻ തക്കൊണ്ട് അനേക ഭൂകമ്പങ്ങളെക്കുറിച്ച് ലോകത്തിൽ അനേക കാലഘട്ടങ്ങളിൽ സ്കോട്ട്ലൻഡിലും അതുപോലെ മറ്റ് ജപ്പാന്, കൊറിയ എന്നീ സ്ഥലങ്ങളിലൊക്കെയും അനേക ഭൂകമ്പങ്ങളും ഇടങ്ങളിൽ വലുതും ചെറുതുമായി ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഊറ്റുനോവിൻ്റെ ആരംഭം എത്രയെന്ന് മർക്കോസ് 13:8 പറയുകയാണ്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ ദുരുപയോഗത്തോടും അവഗണനയോടും പ്രതികരിക്കുന്ന ഈ ഭൂമി ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായി നടന്ന മറ്റ് പ്രതിഭാസങ്ങൾ, അനേക ഉദാഹരണങ്ങൾ നമുക്ക് 1833 ഉൽക്കാവർഷത്തിലൂടെയൊക്കെയും വളരെ മണിക്കൂറുകൾ അത് പ്രതിസന്ധിയിൽ നിർത്തിയിരുന്നു. 60,000 ഉൽക്കകളും ആകാശത്തു നിന്നും വീണതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അനേക ചരിത്രം പരിശോധിക്കുമ്പോൾ അനേക തെളിവുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥകളൊക്കെയും തകിടം മറിഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഭൂമിയിലെ ഉപരിതലത്തിലും ആകാശത്തിലും അവിടെയൊക്കെയും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അതീതമായ പല കാര്യങ്ങളും ഇന്ന് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയും നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്, ഈ കാലാന്ത്യത്തിലുള്ള അടയാളങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവം നമുക്ക് ചെയ്തു തന്നായ സകല ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നന്മ നിറഞ്ഞവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനത്തിൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവെങ്കിൽ എനിക്കും പോകുവാൻ സാധിക്കുമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടെ, ആ പ്രത്യാശയോടുകൂടെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ചില മുന്നറിയിപ്പുകൾ, ഈ ലോകത്തിലെ പ്രകൃതി ശക്തികൾ, ആകാശം, അതുപോലെ മറ്റ് ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, ഇതൊക്കെയും അവിടെ ഇടങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം ഓർത്തോണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്, വരവിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അനേക കഷ്ടങ്ങളിലും രോഗങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെയും ആയിരിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനം അതിശക്തമായി ഇന്ന് വെളിയിലേക്ക്, മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് ഓരോരുത്തരും ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അതിശയകരമായിട്ട് പറയുമ്പോൾ പറയാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ തിരുവചനത്തില് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെയും ഇത് എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകി തരികയാണ്. പ്രിയമുള്ളവരെ, ആ മുന്നറിയിപ്പുകളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗരാജ്യം നഷ്ടപ്പെടാതെ വണ്ണം അവിടെ നമുക്ക് സന്തോഷപൂർവ്വം ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ മുന്നറിയിപ്പുകളെ നാം വേണ്ട മുഖവേല കൊടുത്ത് അതിനെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ആ നല്ല മനസ്സോടുകൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരും വിശ്വാസികളും എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായും അനേകരിലേക്ക് ഈ സത്യവചനത്തെ നമുക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. അവർ അനേകരോട് നാം പറയുമ്പോൾ ചിലരെങ്കിലും ഇത് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെയും ലോകത്ത് കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുന്നതായ ആ വലിയ കർത്തവ്യത്തിലേക്ക്, ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ആയിത്തീരുമ്പോൾ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മെ ആത്മീയവും ഭൗതികമായി വഴി നടത്തും, അനുഗ്രഹിക്കും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സാത്താന്റെ സകലവിധ തന്ത്രങ്ങളിൽ നിന്നും വിടുവിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനത്തിലെ സർവായുധ വർക്കം എടുത്ത് ധരിച്ച് നാം ശത്രുവിനോട് എതിരായി പോരാടി ജയിക്കുവാനുള്ള ആത്മീയ കൃപ തന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഉണ്ട്. ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടും ദൈവത്തിന്റെ വചനത്തില് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ആ സഹിഷ്ണുതയോടുകൂടെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാരായി തീരുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തില് സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ആലോചന അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന മുന്നറിയിപ്പുകളെയൊക്കെയും അടിയങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് അതും പ്രകാരം വചന അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണം. ആയുസ്സും ആരോഗ്യവും ബലവും കൊടുക്കണം. രോഗത്താല്, ക്ഷീണത്താല്, പ്രയാസത്താല്, കടഭാരത്താല് ഒക്കെയും ആയിരിക്കുന്നവരുണ്ട്. അവരെയും ഓർത്ത് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ ആശ്വാസം കൊടുത്ത് പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് അടിയങ്ങളെ നിറയ്ക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.